യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 10-11 വാക്യങ്ങൾ. സഹോദരന്മാരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചുകൊള്ളുവിൻ. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. ജോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവുമുള്ളവനല്ലോ. നമ്മുടെ കർത്താവ് മഹാകരുണയും മനസ്സലിവുമുള്ളവനാണ് എന്നെടുത്തു പറയാൻ കാര്യം, പ്രവാചകൻ അനുഭവിച്ച കഷ്ടങ്ങൾ, ജോബ് അനുഭവിച്ച കഷ്ടങ്ങൾ നമുക്കൊരു ദൃഷ്ടാന്തമായിട്ട് വെച്ചിരിക്കുക. നമ്മളിപ്പോൾ പോകുന്ന പ്രതികൂലങ്ങളുടെ അപ്പുറത്തെ പ്രതികൂലം ഇവരെല്ലാം സഹിച്ചു. പ്രത്യേകിച്ച് ജോബ്. പരിശുദ്ധാത്മാവ് അതിമനോഹരമായി എഴുതി വെച്ചിരിക്കുകയാണ്, അദ്ദേഹം അനുഭവിച്ച സഹിഷ്ണുത നിങ്ങൾ കേട്ടു. അത് കേട്ടാൽ മതി, അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുകയില്ല. പക്ഷേ കർത്താവ് വരുത്തിയ അവസാനം കണ്ടു. ജോബിനെ പോലെ കഷ്ടമൊന്നും നമ്മൾ സഹിക്കുന്നില്ല, പക്ഷെ അവനെപ്പോലൊരു അവസാനം നമുക്ക് ദൈവം തരുന്നുണ്ട്. അതാണ് കർത്താവ് മഹാകരുണയും മനസ്സലിവുമുള്ളവൻ. അബ്രഹാമിനെ പോലെ ഏകജാതനെ യാഗം കഴിക്കുന്നു വേണ്ട, പക്ഷെ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വക്തത്വം വിശ്വാസത്താൽ പ്രാപിക്കണം. കണ്ടോ കർത്താവിൻ്റെ ആ മനോഹരമായ രീതി കണ്ടോ. ഇനി മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10-11 ഇത് തന്നെയാണ് പറയുന്നത്. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. നമ്മൾ സാധാരണക്കാരായ മനുഷ്യരാണ്, പക്ഷെ നമ്മൾ സഭയിൽ വന്നു. കർത്താവ് പറയാണ്, അങ്ങനെ അങ്ങ് നിന്നാ മതിയോ? പഴയ കാലത്തെ ഈ പ്രവാചകന്മാരുടെ ദൂതൊക്കെ ഇങ്ങനെ വായിച്ചാൽ മതിയോ? അവരെയൊക്കെ നോക്കി ഒന്ന് അസൂയപ്പെട്ടാൽ മതിയോ? നിങ്ങളെ അവരുടെ ലെവലിലേക്ക് ഞാൻ ഉയർത്താൻ പോവാം. പ്രവാചകന്മാരുടെ സ്റ്റാൻഡേർഡിലേക്ക് നിങ്ങളെ ഞാൻ ഉയർത്താൻ പോകുന്നു. അവരോട് ഞാൻ സംസാരിച്ച പോലെ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോകുന്നു. നിങ്ങളിലൂടെ ഞാൻ സംസാരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കേൾക്കാൻ പോകുന്നു, നിങ്ങളെ മറ്റുള്ളവർ കേൾക്കാൻ പോകുന്നു. അതിൻ്റെ വഴി എന്താണ്? വഴി ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും നല്ലതിനാണ്. നിങ്ങളെ പഴിക്കും, ഉപദ്രവിക്കും, നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയും. ആരാ പറയുന്ന? വീട്ടുകാർ തന്നെ. നിങ്ങളുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ സ്നേഹിതരോ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് നുണ പറഞ്ഞു കൊടുക്കും. അവരെ നിങ്ങളെയും കൂടെ തെറ്റിക്കും. നിങ്ങൾക്ക് വിഷമം തോന്നും, നിങ്ങളറിയാത്ത കാര്യം. നിങ്ങൾ സഹിക്കും. അത് ആ കഷ്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോകും. അവരോർക്കടാ, ഇവനിങ്ങനെ പ്രാർത്ഥിക്കാൻ നടന്നിട്ട് എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ എന്നവർ വിചാരിക്കും എന്നോർത്ത് നിങ്ങൾ വിഷമിക്കും. അവർ അകന്നു മാറും, നിങ്ങളെ നിന്ദിക്കും, ദുഷിക്കും. ഇനി ജോലി സ്ഥലത്തോ നിങ്ങളൊരു പ്രാർത്ഥനക്കാരനായതുകൊണ്ട്, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി ചെയ്യുന്നിടത്താണെങ്കിൽ നിങ്ങളൊരു പ്രാർത്ഥനക്കാരനാണ്, വിശ്വാസിയാണ്, ജോലിയോടുള്ള ബന്ധത്തിൽ നിങ്ങൾ സുവിശേഷ വേലയും കൂടെ ചെയ്യുന്നു. അപ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവർ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ യജമാനനോട് സഹപ്രവർത്തകരോട് നുണ പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടത് അവർ ചെയ്യുന്നു. കർത്താവ് ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക. ഇവര് പൊളിച്ചിരുന്ന് ചിരിക്കും, പക്ഷെ കർത്താവ് പറയണ്, അവർ ചിരിച്ചോട്ടെ, നീ സന്തോഷിച്ച് ഉല്ലസിച്ചോ. ചർച്ചിൽ പോയിട്ടെ അല്ലെങ്കിൽ നിന്റെ റൂമിൽ പോയിട്ടെ പാട്ടൊക്കെ പാടി നൃത്തം ചെയ്ത് ആരാധിച്ചോ. കാരണം നിന്നെ പ്രവാചകനിലേക്കുള്ള വഴിയിൽ ഞാൻ നിർത്തിയിരിക്കുകയാണ്. മുന്നോട്ട് നടന്നോ. നീ പ്രവാചകൻ എന്ന പൊസിഷൻ പ്രാപിക്കാൻ പോവുകയാണ്. ദൈവത്തിൽ നിന്ന് നീ കേൾക്കാൻ പോവുകയാണ്. ശത്രുവിൻ്റെ പ്ലാനുകളെ നീ തകർക്കാൻ പോവുകയാണ്. ദൈവസഭയ്ക്ക് നീ ഒരു അനുഗ്രഹമാകാൻ പോവുകയാണ്. ഇപ്പോൾ നിന്നെ പഴിക്കുന്ന നിന്റെ കുടുംബാംഗങ്ങൾക്ക് നീ അനുഗ്രഹമാകാൻ പോവുകയാണ്. നിന്നെ ഇപ്പോൾ വിഷമിപ്പിക്കുന്ന കമ്പനിയിലുള്ളവർക്ക് നീ ഒരു വിടുതലാകാൻ പോവുകയാണ്. അതുകൊണ്ട് കഷ്ടങ്ങളിൽ വിഷമിക്കണ്ട. ഹന്ന സൂപ്പർ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. വർഷങ്ങളോളം കരഞ്ഞു. പക്ഷെ ഒരു പ്രത്യേക വർഷത്തിൽ ആ ഉത്സവത്തിൽ ആലയത്തിൽ ഒരു പ്രത്യേക പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന വരാൻ വേണ്ടിയാണ് ശത്രുവിലൂടെ ഉപദ്രവം ഏറ്റുകൊണ്ടിരുന്നത് ദൈവം അനുവദിച്ചു കൊടുത്തത്. ദൈവം അവളുടെ പ്രതിയോഗി ഇവളെ മുഷിപ്പിക്കാൻ അനുവദിച്ചു കൊടുത്തത് ഇവൾ ഈ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരാനാണ്. പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞു, വിഷമം മാറിപ്പോയി. പിന്നെ വിഷമിച്ചിട്ടേ ഇല്ല. പ്രാർത്ഥനയുടെ വിടുതലൊന്നും ഉടനെ നടന്നില്ല, പക്ഷേ വിഷമിച്ചില്ല, പിന്നെ കരഞ്ഞില്ല, പിന്നെ മുഖം മാടിയില്ല. യേശു മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് മുട്ടുകുത്തിയിട്ട് പറയുകയാണ്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ ശുദ്ധി പ്രാപിക്കും. ഒരു വല്ലാത്ത പ്രാർത്ഥനയല്ലേ? ആ പ്രാർത്ഥന അവൻ്റെ നിന്ന് വരാൻ തക്കവണ്ണം അവൻ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു, നിന്ദിക്കപ്പെട്ടു, പാളയത്തിന്
സമൂഹത്തിന് പുറത്ത് ഒറ്റപ്പെട്ടവനായി കഴിഞ്ഞവൻ. അവൻ ഈ ആൾക്കൂട്ടം കണ്ടിട്ട്, യേശുവിൻ്റെ പുറകെ ആൾക്കൂട്ടം നടക്കുന്നത് കണ്ടിട്ട് അവനും കൂടെ നടക്കാനൊരു കൊതി, അവനും ഒരു കുടുംബസ്ഥനാകാൻ കൊതി, അവനും ഒരു സമൂഹജീവിയാകാൻ കൊതി. ആ കൊതി ഒരു പ്രാർത്ഥനയായിട്ട് പുറപ്പെടുകയാണ്. അതൊരു സാധാരണ പ്രാർത്ഥനയല്ലല്ലോ. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. കർത്താവ്, നമ്മുടെ കർത്താവ് അതിശയവാൻ. അവനെ ഞെട്ടിച്ച് കണക്ക് കർത്താവ് പ്രവർത്തിച്ചു. തൊട്ടു എന്ന് പറഞ്ഞാൽ അവനൊക്കെ പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ടടാ, നീ ശുദ്ധമാക. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് മഹാകരുണയും മനസ്സലിയുമുള്ളവൻ. അപ്പോൾ കഷ്ടങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ നിരാശപ്പെടരുത്. പൗലോസ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും തരുന്നു, പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. എബ്രായ ലേഖനത്തിൽ ഇത് പറയുന്നത്, നിങ്ങൾ കഷ്ടതയും സഹിഷ്ണുതയിലൂടെ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളാകും. പത്രോസിനെ കുറിച്ച് പറയുന്നത്, ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം മനുഷ്യരുടെ മോഹത്തിനല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. കണ്ടോ, ഒറ്റ കാര്യത്തിലൂടെ കർത്താവ് എന്തെല്ലാമാണ് ചെയ്യുന്നത്. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതമെന്ന് നിങ്ങളെ കൊണ്ട് ദൈവം പാടിക്കും, ആത്മാർത്ഥമായിട്ട് പാടിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ദൂതുകൾ പറയും, നിങ്ങൾ സഭകളെ പണിയും, യേശു നിങ്ങളിലൂടെ പണിയും, നിങ്ങളൊരു അനുഗ്രഹമാകും. അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.